ഹലോ ഹായ്, ഡോക്ടർ ദീൻസ് അക്യുപഞ്ചർ സെൻറ്റർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നെർവിൻ കംപ്രഷനെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ട് രക്ഷ നേടാൻ നമ്മൾ സ്വയം എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ പ്രിക്കോഷന് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് നോക്കേണ്ടത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളുടെ ഓരോ ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ നമ്മളൊരു ആവറേജ് നമ്മുടെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്നത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മതി. ഒരാൾ നേരെ നിൽക്കുന്ന സമയത്ത് ഒരു കാലിലായിരിക്കും ചിലപ്പം ഭാരം താങ്ങുക. നമ്മൾ അങ്ങാടികളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരാളുകളുടെ പോസ്ചർ, അവർ നിൽക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. കാരണം ഒരാൾ നിൽക്കുന്നത് ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഒരു വശത്തേക്ക് താങ്ങിയിട്ടോ ഒക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ നട്ടെല്ല് നിവർത്തിയിട്ടാണ് എപ്പോഴും നടക്കേണ്ടതും നിൽക്കേണ്ടതും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നമ്മുടെ രണ്ട് കാലിലും ഒരേപോലെ താങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഈ താങ്ങൽ നമ്മുടെ ശരീരത്തിൽ മറന്നു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. അത് കഴുത്തിൻ്റെ ഭാഗമായിട്ടുള്ള സർവൈക്കൽ ഏരിയ ആയിക്കോട്ടെ, തൊറാസിക് പാർട്ട് ആയിക്കോട്ടെ, ലംബാർ ഏരിയ ആയിക്കോട്ടെ, ഇത്തരം ഏരിയയിൽ അനുഭവപ്പെടുന്ന അധിക നെർവിൻ കംപ്രഷൻ്റെ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പോസ്ചറൽ ഡിസ്ഫങ്ഷനാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ പോസ്ചറൽ കറക്റ്റ് ആക്കാനായിട്ട് രണ്ട് കാലിലും ഭാരം താങ്ങാം. ഇനി എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് നട്ടെല്ല് നിവർത്തിയിട്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇരിക്കാനായിട്ട് കഴിയണം. നമ്മൾ നട്ടെല്ലിലാണ് നിവർത്തിയിട്ട് വേണം നമ്മൾ ഇരിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കംപ്രഷനിൽ നിന്നിട്ട് നമ്മൾക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുക. പിന്നെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ പ്രകാരം നമ്മുടെ കസേരകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, അതേപോലെ തന്നെ ഓഫീസ് കസേര ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ കലാലയങ്ങളിലുള്ള കസേര ആയിക്കോട്ടെ, യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിലുള്ള സീറ്റുകളായിക്കോട്ടെ, എല്ലാം ഒരു ഓവൽ ഷേപ്പായിട്ട് ഒരു കുഷ്യൻ ടൈപ്പായിട്ടുള്ള കസേരകളാണ്. നേരെയുള്ള കസേരകളോ എൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള കസേരകളൊന്നും എവിടെയും തന്നെ ശരിക്കും കാണാൻ തന്നെ ഇല്ല. പഴയ കാലത്തായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെടാനായിട്ട് നട്ടെല്ല് നിവർത്തിയിരിക്കുന്ന ഒരു സ്വഭാവം, നിൽക്കുന്ന സമയത്ത് നട്ടെല്ല് നിവർത്തിയിട്ട് നമ്മൾ നടക്കുന്ന ഒരു സ്വഭാവം, അതേപോലെ നിൽക്കുന്ന സമയത്ത് നട്ടെല്ല് നിവർത്തിയിട്ട്, അപ്പോൾ നട്ടെല്ലിലേക്ക് ഒരു ഫോക്കസ് കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ട് വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ചും നമ്മൾ വീടുകളിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിയുമെങ്കിൽ നമുക്ക് തറയിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് മുട്ടുവേദനയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ കാല് നീട്ടിയിട്ട് തറയിൽ ഇരുന്നിട്ട് ആദ്യം ഭക്ഷണം കഴിക്കാൻ പറയും. പിന്നെ പതിയെ അവരോട് കാലും കുറച്ച് ഒരു സെമി ആംഗിളിൽ മടക്കിയിട്ട് പതിയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയും. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈസി ആയിട്ട് അവർക്ക് പഴയ കാലത്ത് പലകമലിരുന്ന് ഭക്ഷണം കഴിച്ച ഒരു രൂപത്തിലേക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതോട് കൂടി തന്നെ ഇവരുടെ മുട്ടുവേദന, അതേപോലെ ഹിപ്പ് ഏരിയയിൽ നമ്മളെ ചണ്ണവേദന എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലുള്ള വേദന, അതേപോലെ കാലിൻ്റെ തരിപ്പ്, ഇതിലൊക്കെ വ്യത്യാസം വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കുഷ്യൻ ടൈപ്പ് കസേരകൾ കഴിയുമെങ്കിൽ ഒഴിവാക്കുക. ഇപ്പോഴത്തെ കാലത്ത് അത് കഴിയില്ല എങ്കിലും പരമാവധി നിങ്ങൾ അതിന് പ്രിക്കോഷൻ എടുക്കുക. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നട്ടെല്ല് നിവർത്തിയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, കാലാന്തരത്തിൽ ആ നെർവിൻ കംപ്രഷൻ വന്നിട്ട് ആ നെർവിൻ്റെ ഉപവിഭാഗങ്ങളിലോട്ട് വരുന്ന നെർവ്സുകളുണ്ട്. ഇപ്പം നമ്മൾ C7-നുള്ള ഈ നെർവ്സുകളൊക്കെ എടുത്താൽ അത് നമ്മുടെ കൈകളിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഏരിയയിലോട്ട് എത്തുമ്പോൾ ആ നെർവിൻ്റെ പേരിൽ വ്യത്യാസമുണ്ട്. ഹ്യൂമറൽ നെർവ്, അതേപോലെ അൾനാർ നെർവ്, റേഡിയൽ നെർവ്, മീഡിയൽ നെർവ് എന്നൊക്കെ നമുക്ക് ഈ കഴുത്തുമായി ബന്ധപ്പെട്ട നെർവ്സുകളെ പെരിഫറൽ പാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. അതേപോലെ നമ്മൾ ലോവർ പാർട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലംബാർ ഏരിയയിൽ നിന്ന് വരുന്ന നെർവ്സുകളുടെ ധർമ്മങ്ങൾ, അതേപോലെ തന്നെ സാക്രൽ ഏരിയയിലോട്ട് വരുന്ന നെർവ്സിൻ്റെ ധർമ്മങ്ങൾ, കോസിക്സ് ഏരിയയിലുള്ള നെർവ്സ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. അപ്പോൾ ധർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ ആ നെർവിന് കംപ്രഷൻ ഇല്ലാതിരിക്കണം. എന്താണ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ, ഒരു നെർവ്സ് മറ്റ് ജോയിൻറ്റിൽ കുടുങ്ങിപ്പോവുക.
അങ്ങനെ കുടുങ്ങി പോകുമ്പോൾ ആ ഉപവിഭാഗങ്ങളിലോട്ട് വരുന്ന അപ്പം കാലിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ സയാറ്റിക് നെർവ്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ മതി, വലിയൊരു നെർവ്സാണത്. അപ്പോൾ അവിടെ നമ്മളെ തൊടായുടെ ഭാഗത്തുണ്ടാകുന്ന, അതേപോലെ ചണ്ണയുടെ ഭാഗത്തുണ്ടാകുന്ന, മുട്ടിൽ ഉണ്ടാകുന്ന, കൊച്ചുളിയിലുണ്ടാകുന്ന, അതേപോലെ തന്നെ നമ്മുടെ ഈ ആംഗിൾ പാർട്ടിൽ, നമ്മുടെ കാൽക്കേനിയൽ ഏരിയയിൽ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾക്ക് പരിഹരിക്കാനായിട്ട് നമ്മൾ നല്ല ഒരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, രണ്ട് കാലിലും ഭാരം താങ്ങുക, അതേപോലെ തന്നെ ഇരിക്കുന്ന അവസരങ്ങളിൽ നട്ടെല്ല് നിവർത്തിയിരിക്കുക, അതേപോലെ നിൽക്കുന്ന അവസരത്തിലും നട്ടെല്ല് നിവർത്തി നിൽക്കുക. ഇങ്ങനെയുള്ള ഒരു രീതി നമ്മൾ നട്ടെല്ലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പരിശീലിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാനാണ്, ഒരു പ്രിക്കോഷൻ എന്നുള്ള രൂപത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ജോയിൻ്റ് ഹെൽത്ത് ഉണ്ടാകട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും നല്ല നേഴ്സുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം.